എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇക്കാലത്ത് ഒരുവിധം എല്ലാ സ്കൂളുകളും കോളേജുകളും അവരുടെ പാഠ്യേതര പ്രവർത്തനങ്ങൾ ഓൺലൈനായിട്ടാണല്ലോ നടത്തുന്നത്. ഓൺലൈൻ ക്വിസ്, വെബിനാർ, ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാം തുടങ്ങിയവ എല്ലാം നമുക്ക് സുപരിചിതമാണല്ലോ. നമുക്കറിയാം, ഇതിൻ്റെയൊക്കെ രജിസ്ട്രേഷനും ഫീഡ്ബാക്കും നമ്മൾ കളക്ട് ചെയ്യുന്നത് ഗൂഗിൾ ഫോം എന്ന ആപ്ലിക്കേഷനിലൂടെയാണ്. ഇന്നത്തെ വീഡിയോ ഓൺലൈൻ ക്വിസ് അതുപോലെ വെബിനാർ നടത്താൻ അറിയാത്ത, ഇനി നടത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. വെബിനാർ നടത്തുമ്പോൾ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഫീഡ്ബാക്ക് ഫോം ഫിൽ ചെയ്യുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും അത് എങ്ങനെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ബ്രൗസറിൽ ജിമെയിൽ സൈൻ ഇൻ ചെയ്ത് ഗൂഗിൾ ഫോം ഓപ്പൺ ആക്കുക. അതിൽ ഫീഡ്ബാക്ക് ഫോം പ്രിപ്പയർ ചെയ്യുക. ഫീഡ്ബാക്ക് ഫോം ഉണ്ടാക്കുമ്പോൾ ഫോം ടൈറ്റിൽ കറക്റ്റായി തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ടതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാം ടൈപ്പ് ചെയ്ത് ഫോം റെഡി ആയതിനു ശേഷം 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ഓൺ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഗൂഗിൾ സ്യൂട്ട് മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആയി വരും. അവിടെ നിന്നും Certify-M എന്ന ആഡ് ഓൺ സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം തിരിച്ച് ഗൂഗിൾ ഫോമിലേക്ക് തന്നെ വരിക. അവിടെ ആഡ് ഓൺ എന്ന പുതിയ ഒരു ഐക്കൺ വന്നിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് ഷോ Certify-M കൺട്രോൾസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സ്റ്റാറ്റസിൽ സർട്ടിഫിക്കറ്റ് ഇനീഷ്യലി ഓഫ് ആയിരിക്കും. അത് ഓൺ ചെയ്യുക. പാസിംഗ് പെർസെൻറ്റേജ് 0 തന്നെ കൊടുക്കുക. അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ പോയി അനിവാര്യമായ മാറ്റങ്ങൾ വരുത്തിയ ശേഷം ഗൂഗിൾ സ്ലൈഡ് ഓപ്പൺ ആക്കുക. ന്യൂ പ്രസൻറ്റേഷൻ ക്ലിക്ക് ചെയ്ത് ബ്ലാങ്ക് സ്ലൈഡ് എടുക്കുക. ഇവിടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ട ബാക്ക്ഗ്രൗണ്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിവിടെ നിന്നും ഒരു തീമും എടുക്കുന്നില്ല. ശേഷം ലേഔട്ടിൽ പോയി ബ്ലാങ്ക് എന്ന ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം പുതിയ ടാബ് തുറന്ന് സർട്ടിഫിക്കറ്റ് ബോർഡർ PNG ഇമേജസ് എന്ന് സെർച്ച് ചെയ്യുക. PNG ഇമേജ് ഡൗൺലോഡ് ചെയ്താലേ ബോർഡർ മാത്രമായി നമുക്ക് ലഭിക്കുകയുള്ളൂ. ഞാനിവിടെ നേരത്തെ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് PNG ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടറിൽ നിന്നും ബോർഡർ സെലക്ട് ചെയ്ത് സ്ലൈഡിൽ ഇടുക. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു സ്ലൈഡ് അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എറർ ആകും. ശേഷം ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് എഴുതേണ്ട ഭാഗത്ത് ടെക്സ്റ്റ് ബോക്സ് ഫിൽ ചെയ്യുക.
ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സർട്ടിഫിക്കറ്റിൽ പാർട്ടിസിപ്പൻ്റ് കൊടുക്കുന്ന ഡീറ്റെയിൽസ് ആണ് വരേണ്ടത്. സോ അതിന് ടാഗ് ഉപയോഗിക്കണം. ഗൂഗിൾ ഫോം തുറന്ന് ടെംപ്ലേറ്റ്സ് എന്ന ഭാഗത്ത് പ്രിവ്യൂ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്നും സീ ഹിയർ ഫോർ ഇൻസ്ട്രക്ഷൻ ഹിയർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഒരുപാട് മെർജ് ടാഗ്സ് കാണാൻ സാധിക്കും. അത് അതേപടി വേണം ടെംപ്ലേറ്റ്സിൽ ഉൾപ്പെടുത്താൻ, ഇല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. നിങ്ങളുടെ ഇഷ്ടാനുസരണം എല്ലാം ഫിൽ ചെയ്യുക. സർട്ടിഫിക്കറ്റ് പൂർത്തിയായതിനു ശേഷം ഗൂഗിൾ ഫോം വീണ്ടും എടുക്കുക. അവിടെ ടെംപ്ലേറ്റ്സ് ക്ലിക്ക് ചെയ്ത് കസ്റ്റം ടെംപ്ലേറ്റ്സ് തിരഞ്ഞെടുക്കുക. അവിടെ നിന്നും നമ്മൾ പ്രിപ്പയർ ചെയ്ത സർട്ടിഫിക്കറ്റ് ടെംപ്ലേറ്റ് സേവ് കൊടുക്കുക. ഇനി നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. അതിനായി ഗൂഗിൾ ഫോം ലിങ്ക് കോപ്പി ചെയ്ത് പുതിയ ടാബ് തുറന്ന് അവിടെ പേസ്റ്റ് ചെയ്യുക. എല്ലാ ഭാഗവും ഫിൽ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ജിമെയിലിലേക്ക് വന്നിട്ടുണ്ടാകും. അത് നോക്കാൻ ജിമെയിൽ തുറക്കുക. കൊടുത്തിട്ടുള്ള എല്ലാ കാര്യവും അതേപടി തന്നെ സർട്ടിഫിക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് സർട്ടിഫിക്കറ്റ് ടെംപ്ലേറ്റ്സ് ലഭ്യമാണ്. ഉചിതമായത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.